അച്ഛനാരെ നമ്മൾ പലർക്കു വേണ്ടിയും നടിക്കാം. എഫ്ഐആറിൽ സേതുമാധവൻ പ്രതിയല്ല, പൂർവ്വവൈരാഗ്യമുള്ള മറ്റേതോ റൗഡിയാണ് പ്രതി. സേതു എവിടെയാണെന്ന് അന്വേഷിച്ച് വിഷമിക്കണ്ട. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. സംഭവം നടന്നു. ജോസിന്റെ മൊഴിയാണ് പ്രശ്നം. മരണമൊഴി തരാൻ ജോസിന് കഴിഞ്ഞു. उसके स्टेटमेंट पे डिपेंड है ना। जोस के स्टेटमेंट देता है। अभी आया नहीं ना उसका होश। ये है जोस आ जोसे उस आ गया उसको होश। അറിയില്ല. കണ്ടറിയോ? ഇല്ല. സർ, इससे नहीं पता कौन था। ജോസേട്ടാ जानबूझ के तो नहीं बोल रहे। खुद मारेगा अपने हाथों से उसे, രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. इसलिए उसने എന്തൊക്കെ പറഞ്ഞാലും ജോസേട്ടനുണ്ടായിരുന്നപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ वो सोच रहा होगा ना कि पुलिस वाले इसे अगर अरेस्ट कर लेंगे तो ये है तो मैं नहीं मार पाऊंगा उसे। കക്ഷി വരണ വഴിയാണെന്ന് തോന്നുന്നു. ഒന്ന് കളിയാക്കാതെ വേനോനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആശാരേ ഉർമീസേ, ഒരു നല്ല നാരങ്ങയോളം കൂളായിട്ട് എടുക്കാൻ പറ. ഉപ്പ മുതലും എനിക്ക് हाँ सब परेशानी थी वैसे जोश से ना, सबको टॉर्चर करते रहते थे। ये वही है ना, इसका नाम क्या था? छोटा डॉन है वहाँ का। ചുണ്ടി ഇച്ചിരി കൂടുതലെന്നാ തോന്നണം. ഈറ്റപ്പുലിയുടെ നോട്ടമാണ്. कैसा है उसके साथ? ऐसे बॉडी गार्ड के जैसे। सारा लेकर वो डरा रहा है। അമ്മ വന്ന് എന്തെങ്കിലും കഴിക്കമ്മേ. എനിക്ക് വിശപ്പില്ല. എന്റെ മോനിപ്പോ ഒന്ന് കണ്ടിട്ട് മരിച്ചാ മതി എനിക്ക്. അവൻ വരും. അവന്റെ പേര് കേസൊന്നും ഇല്ലെന്നല്ലേ സാറ് പറഞ്ഞത്? അമ്മേ, സേതുട്ടൻ വന്നു. കൊണ്ടുപോലും ഒരാളെ വേദനിപ്പിക്കുന്നവനല്ലല്ലോ നീ. നമ്മുടെ അച്ഛനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ നോക്കി എന്നില്ലെന്ന് ചോദിക്കില്ലേ? ഇല്ലേ മോളെ? എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? അതിനെന്ത് ശിക്ഷ വേണം ഞാൻ സ്വീകരിക്കാം. നീ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തില്ലല്ലോ മോനെ. ഓർത്തു. നമുക്ക് വീട്ടിലേക്ക് പോവാം. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല കടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ. അവസാനം കഴുത്തിന് മേൽ തല. वहां से भागने की सोच रहा है. बहुत चला गया. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ? എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. വിളിക്കണ് നമ്മളൊക്കെ ഒന്നല്ലേ? അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ലെന്ന്. ये बहुत पैसे हैं. चलो कहाँ जा रहे हैं? സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും വന്ന് മിനിങ്ങണമെങ്കിൽ കാശാ. എന്നിട്ട് ഇവന്മാർ അത്താനോടെ കളി വയ്ക്കും. പാലിയാ സൈക്കിൾ സൈക്കിളാ. पीने के लिए आ रखे हैं. അളിയാ, നമ്മുടെ സേതുവേട്ടനൊരു ഊപ്പയാ. മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. അത് പോട്ടെ. ഈ സേതു പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ തിരിച്ചു വന്ന തല കൊയ്യുന്ന പറയണേ.
അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? സേതോട്ടിന് ഒട്ടും ക്ഷമയില്ല. നീ മാത്രമേ അത് പറയൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്ന അനുസരിക്കാൻ പറ്റുമോ? എന്റെ ദേവി, ഞാൻ വന്ന സാരോപദേശം. അതുകൊണ്ടല്ല സേതോട്ടാ. ദേവി, ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയല്ല ഞാൻ. നീ ഒരു ടീച്ചറെ പോലെ. അതിനുള്ള ധീരത എനിക്കില്ല. സംഭവിച്ചു പോയി. അതിലുള്ള വേദനയുള്ളൂ. ഒരു ദിവസം അവര് വരും. വരുന്നത് എന്റെ ജീവന് വേണ്ടിയാ. സേതോട്ടൻ എവിടെയായാലും. ഇല്ല 2-3 महीने और വന്നിട്ട് മുത്തശ്ശിക്കൊന്നും വർത്തമാനം പറയാൻ കിട്ടിയില്ലോ നിന്നെ. ഈ കുട്ടി എപ്പോ നോക്കിയാലും മുഖം എന്നിട്ട് നല്ലോണം തല്ലു അയാളെ. കൊല്ലാണ്ടിരുന്നു നന്നോ ഒരു മുത്തശ്ശൻ. അതിന് നിനക്കെന്താ? ഇത് നല്ല ചേല്. ആ എങ്ങനെ നടന്നത്? അവളുടെ പ്രായത്തിൽ എനിക്കും അങ്ങനെയായിരുന്നു. പിന്നെ ചെമ്പരത്തി പൂ പോലെ ചോരക്കാട്ട്. കഥ ഞാൻ ഒരിക്കൽ പറയാം മുത്തശ്ശി. നീ സൂക്ഷിക്കണം. So उसको अलर्ट करने पे लगी थी ചിലപ്പോ തോന്നും എല്ലാറ്റിനെയും कि വെല്ലുവിളിച്ച് बदला तो നോക്കണം. लेगा ना वो. वैसे तो उसने पहले बोल दिया था. മാറി നിൽക്ക. നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. जैसे जब तक इसका वो नहीं आया था, ഞാൻ പറഞ്ഞേ, इसका रिजल्ट जो है, तब तक तो इसे कहीं और दूर चले जाना चाहिए वहां से. हाँ बेकार है ना वो. സേതു, നീ സൂക്ഷിക്കണം. നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇതൊന്നും ഇവിടെ കിട്ടാത്ത. അതല്ലല്ലോ, അമ്മ നന്നായിക്കുമ്പോ അതിനൊരു പ്രത്യേകതയില്ലേ? ഇല്ലടാ, ഒരു സമ്മാനം उसे भी हथियार വെച്ചിട്ടുണ്ടെന്ന് रखे हैं പറഞ്ഞു. पता है. സമ്മാനം. शायद ये उसने അതിനിപ്പോ അവൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ വെറുതെ? അല്ല പറയാ, പഴയ പോലെ ഒന്നും ചുറ്റിക്കറി നടക്കണ്ട. അങ്ങനെ പോകുന്നെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോവുകയും വേണ്ട. ആണെന്നും പറഞ്ഞ് എത്ര പേര് ടൗണിലുണ്ടെന്ന് അറിയാമോ? എന്റെ ആളുകളോ? എടോ, ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെ താനെന്നൊക്കെ പറഞ്ഞാ ഇവിടെ എന്റെ വെയിറ്റ് ठंडी पे അല്ല, രഹസ്യമായിട്ട് എവിടെയെങ്കിലും വാങ്ങിച്ചാൽ ഒരു ഗ്ലാസ് കഴിക്കാം. എന്ത് ബാറി കറിയാ ഇടിഞ്ഞ ആകാശം തലേ കൂടെ വീഴും. അതുകൊണ്ടല്ല ഞാൻ കയറാറില്ല. അയ്യോ, ഒരു പ്രശ്നമില്ല. നല്ല कहाँ जा रही बाहर में जा रही ആരാ? സേതു, അയ്യോ സോറി, ക്ഷമിക്കണം. നമ്മളുമായി പരിചയമില്ല, അതുകൊണ്ടാ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. സാറി सब पहचानते हैं उसको. सबका सब में खौफ है उसका. जो उसको पीटा ना उसने, ये उसका सारा लेकर കഴിക്കടോ. അയ്യോ വേണ്ട, നിങ്ങൾ വേഗം കഴിക്കേ, നമുക്ക് പോകാം. ആ ധൃതി പിടിക്കാതെ എന്റെ ആശാനെ. ഞങ്ങളൊരു കാര്യം പറയട്ടെ. इसमें ऐसे बाहर में घूमना चाहिए ना रात में. के साथ कुछ भी हो सकता है. കിരിക്കാരൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും. അത് വേറെ കാര്യം. രാജീവേ, അല്ല, അത് ചോദിക്കണം. എടാ, ചോദിക്കണം സുരേഷ്. ചോദിച്ചേ പറ്റൂ. എവൻ നമ്മളെ കൊച്ചാക്കിയതാ? लड़ाई झगड़े करने അല്ല लगे. സേതു, നീ ആരാ കളിയാക്കിയത്? लड़ क्यों रहे हैं आपस में? അനാവശ്യം പറയാ. അഞ്ച് പേരുണ്ട്. വേറെ പറയുന്ന, please. ये गया कि इनके साथ पहले नहीं. हाँ इसको जाना ही नहीं चाहिए था. बीच में मार दिया. പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനല്ല. तो लड़ाई झगड़ा कर रहे हैं वहाँ, उसे भी लेके जा रहे हैं. പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു. अरे पुलिस को ना बुला दे. वहाँ उसके पापा ही आएंगे वहाँ. शिट. അവൻ पुलिस को बुला दे. 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 पुलिस को बुला द
അതിന് നാട്ടുകാരെ കുട്ടികളെ കൂടി शिकायत कर रहे उसके पापा से उसके पापा को അല്ല बता दिया നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഓ, നിങ്ങളെ ഒറ്റയ്ക്ക് മോൻ കറങ്ങി ബാറിൽ കയറി രാത്രി തല്ലുണ്ടാക്കി ഇറങ്ങിക്കണേ. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാ? വിശ്വാസല്ലേ ബാർ എന്താ ചെയ്യാന്ന് ഞാനെങ്ങനെ उसके पापा പറയാ? सोच रहे हैं कि इसने നിങ്ങൾക്ക് भी शराब ഒരെണ്ണം पी ली है। വേറെ ഉണ്ട് 2-3 എണ്ണം. ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. दुख हो रहा है जब उसने तो कुछ भैया किया भी गुस्सा भी नहीं था आ गया बने वो तो उसका सहारा लेकर वहाँ गुंडागर्दी कर रहे थे എവിടെയാ തെമ്മാടി എന്റെ ചേട്ടൻ അകത്തുണ്ട്. ओ पड़ गई थप्पड़ അയ്യോ എന്തായി കാണിക്കണേ? എന്റെ മോൻ എന്താ തെറ്റാ ചെയ്തേ? മോനോട് ചോദിക്ക്. എന്താണ് ഉണ്ടായത്? എനിക്കറിയില്ലമ്മേ. അറിയില്ലേ? എന്താണോ മോനെ ഈ കേക്കണേ? ഇല്ലമ്മേ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. ആഹാ ഇപ്പൊ ഹമീദ് തടഞ്ഞു ഇരുന്നു. കണ്ടോ ബാറി പോയി കുടിക്കാനല്ല പിന്നെ എന്തിനാ? വെറുതെ എന്ന് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കില്ല. മനസ്സിനും ഞാൻ മാറുകയാണ്. ये वही तो नहीं है इससे तो ये तो ये രക്ഷപ്പെടുത്തിയത് അബദ്ധമായില്ലേ? എന്താ മറ്റൊരു ജോസഫാനാണോ ശ്രമം? സാർ അങ്ങനെ പറയുന്ന വിഷമമുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ആ ബാറിലെന്തോ പ്രശ്നം മതിയല്ലോ. ഹൈദ്രോസ് തന്റെ ബോഡി ഗാർഡാണ്. ഇവല്ല സാർ. താൻ വന്നിറങ്ങുന്നത് മുതൽ അയാളുണ്ടല്ലോ കൂടെ. അയാളെയും തന്റെ അളിയനെയും കാണിച്ചത്. പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനം മര്യാദക്ക് അല്ലെങ്കിൽ ഇടിച്ചിട്ട് നട്ടലിയാ മതി. ഒരു ജോസിനെ ഞാൻ വളർത്തില്ല, മനസ്സിലായോ? इसको फालतू के गुंडा बना रखा उन्होंने क्योंकि बेचारा कुछ कर भी नहीं रहा हो हाँ ये देखो ये भी गुंडा बन गया उसका उसका नाम लेके अब रुपए मांग रहे लोगों से ഇതൊക്കെ വലിച്ചു വലിച്ച് താഴെ മേലിട്ട് ഞാൻ ചവിട്ടും. और रिवर्स में खाता रहता है वहाँ पे भी केले खा रहा जहाँ है जाता है खाता रहता है സേതൊക്കെ നേരിട്ട് വന്ന് ചോദിക്കാൻ എന്റെ വായിരിക്കുന്ന കേൾക്കാതെ സേതുവിന്റെ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ये देखो കൊടു, കൊടു, सेतु കൊടു. का नाम അങ്ങോട്ട് लेके ന്യായം കൂടെ. ये दोनों सेतु का नाम लेकर रुपए मांग रहे हैं सबसे। ओ सेजो इसको भी मानना चाहिए था थप्पड़ ഞാൻ മരിക്കാൻ ഒരുങ്ങിയവനാ. നീ ഇത് തല്ലിയല്ലടാ. ओ ये तो आपस में लड़ने लगे अरे अरे धन से दो डालो उसको देखकर ज्यादा जोर से लगी शायद उसमें कहीं ये भी ना हो जाए एडमिट ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. इसका जी का ഞങ്ങളുടെ भी വംശത്തിൽ कंट्रोल കേടിയോ റൗഡിയോ ഇതുവരെ गुंडा तो बना हुआ है देखो एक तो गलती खुद कर ഇവിടെ रहा है ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയെന്ന് പറ. കേടിപ്പടം പിരിച്ചതിന്റെ കണക്ക് പറഞ്ഞ് തല്ല് കൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നു. അമ്മ ഞാൻ പോട്ടെ, ഞാൻ പോവും. ഇരുന്നച്ചാ, എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ कैसे डर रहा से लेकिन इसको भी मारना चाहिए था उसे नहीं हाँ। एक थप्पड़ ये बहुत बंदा था കൊന്നില്ല. ഞാൻ ഒരാളെ അടിച്ചു, ഹൈദ്രോസിനെ. എന്റെ പേര് इसके पापा भी बहुत उसको मिसजज कर रहे हैं നീ രമണിയുടെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്, അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തറി अरे इसके पापा इसी को गलत समझ रहे हैं ऐसे
ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് പരിപാടി. നീ വീട്ടിലേക്ക് നടക്കും. പോണം. ഇന്ന് രാത്രി അച്ഛൻ ഉറങ്ങില്ല. എന്റെ അച്ഛൻ തോൽക്കരുത്. തോറ്റു മടങ്ങി ചെല്ലുന്നത് ഞാനാകണം. മരവിപ്പല്ല, ഒരുതരം കരുത്ത്. എല്ലാം അനുസരിച്ചടക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനെന്ന ധാരണ തിരുത്തണ്ട. അച്ഛൻ കണ്ടോ സേതുവേട്ടനെ? ഇല്ല. വന്നു പറയണ കേട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. ये वही आ गया फिर से. अभी यहाँ झूठ बोलेगा जरूर. എന്താ രമണ? कुछ भी बोलता रहता है तो. देखो क्या क्या बोल रहा है. എനിക്ക് വേണേ 2-3 മാസം ഇവിടെ വന്ന് താമസിക്കാം. ഹിഷമാവനത് സന്തോഷമേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. സ്വന്തം വീടല്ലേ. സേതു ഇന്ന് ഒരു റൗഡിയെ തല്ലി കൊല്ലാറാക്കി. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി. അല്ലുണ്ടാക്കി. ഇങ്ങനെ പോയ ആയുസില്ല കേട്ടോ ഹിഷമാവാ. झूठ बोलता है. उसको बदनाम कर रहा है, जबकि खुद उसके नाम से वहाँ गुंडागर्दी कर रहा था. ഞാനിത് വിശ്വസിക്കില്ല. इसके पापा को भी टेंशन हो रही. ആരെയും കാണുന്നില്ല. നിങ്ങൾ ഉറങ്ങിയില്ലേ? നിനക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട. तो ढूंढने जा रहे उसके पापा के. देखने आ रहे सर में कि वही गुंडा तो नहीं आ रखा होगा. हो सकता है. नहीं तो बाहर ही बैठा. ഞാൻ സംസാരിച്ചു വിട്ടോ. വിളിക്കാറുന്നില്ലേ നിനക്ക്? വാ വന്നൂണ് കഴിച്ച് കിടക്ക. വേണ്ട. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട് अच्छा आ गया ना वो परमेश्वरम. എന്നറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വേണ്ട. കുഴപ്പമില്ല, ആരും സംശയിക്കാതെ ഞാൻ എത്തിച്ചോളാം. कहाँ जा रहे? वही जा रहे उसी को खोज रहा ना वो हथियार. अच्छा. जो उसके पापा ने बाहर फेंक दिया था उसे चाकू. उसकी बहन ने देख लिया उसे. सेफ्टी के लिए रख रहा है ना शायद. सही कह रहे हो. सेल्फ जीवन डिफेंस रक्षिക്കാൻ तो रखना चाहिए कुछ ना. चाहिए ना उसके पास कुछ. ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും അമ്മേ, അമ്മുകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടി. अच्छा अच्छा हो गया उसका सिलेक्शन. ഇന്റർവ്യൂ കാടാ യൂണിവേഴ്സിറ്റി अच्छा अभी കോളേജിൽ. इंटरव्यू का ചെക്കൻ്റെ है ഒരു ना സന്തോഷം उसका. കണ്ടില്ലേ? अभी इंटरव्यू होगा. അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ. नहीं इंटरव्यू के लिए तो क्या था शायद. पर्सनालिटी टेस्ट के लिए जा रखा था ना. जा भी कहाँ रखे जंगल में. ओह